നടി മിനു മുനീറിനെതിരെയുള്ള പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണോ എന്ന് ആലോചന. കൃത്യം നടന്നത് ചെന്നൈയിലായതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണോ എന്ന കാര്യം പരിശോധിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസാണ് നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയിൽ കേസെടുത്തത്. വടി കൊടുത്ത് അട്ടിമേട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ സംഭവമാണ് നമ്മുടെ മിനു ചേച്ചിയുടെ കാര്യത്തിലുള്ളത്. എൻ്റെ പൊന്നു ചേച്ചിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചേച്ചി എന്തുവായാലും അങ്ങ് വൈറലാകാൻ വേണ്ടി മുമ്പോട്ട് എത്തിയതാണ്. പക്ഷേ വൈറലായി ഇപ്പോൾ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ചേച്ചി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് അലിഗേഷൻ ആണെന്നും ചേച്ചിയുടെ സമ്മതത്തോടു കൂടിയായിരുന്നു അന്ന് പരിപാടികളൊക്കെ നടന്നത് എന്നൊക്കെ ഓൾറെഡി പുറത്തു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് എന്തുവായിരുന്നു? എൻ്റെ പക്കൽ 60 പെൺകുട്ടികളുണ്ട് പരാതി തരാനായിട്ട്. അതോടൊപ്പം തന്നെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ASPയുടെ മകള് വരെ സിനിമാ മേഖലയിലേക്ക് വന്നിട്ട് ഈ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്, അവരൊക്കെ മൊഴി തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചേച്ചി അന്ന് വന്നിരുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ ഈ മിനു മുനീറിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകള് വന്ന് പറഞ്ഞു, എന്നെ 16-ാമത്തെ വയസ്സിൽ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ചെന്നൈ കൊണ്ടുപോയിട്ട് അവിടെ മകളെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഇതുപോലെ ഞാൻ കുറേ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവരൊക്കെ നല്ല ലെവലിലാ, മോളും അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ മോളും നല്ല ലെവലിലാകും എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഒന്ന് വശീകരിക്കാൻ നോക്കി, ആ പെൺകുട്ടിയെ ചതിക്കാനായിട്ട് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി കംപ്ലൈൻറ്റ് കൊടുക്കുകയും മീഡിയയിൽ വന്ന് പറയുകയും ചെയ്തു. ഇത് പറഞ്ഞപ്പോഴത്തേന് ചേച്ചി ഇതിലേക്ക് അലി തുള്ളിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞല്ലോ, ആ പെൺകുട്ടി പറഞ്ഞതൊക്കെ തെറ്റാണ്, ഇപ്പം ഞാൻ ബാലചന്ദ്രമേനോനെതിരെയും ഇടുക്കി ജാഫറിനെതിരെയും അവർക്കെതിരെയൊക്കെയാണ് പരാതിയുമായിട്ട് പോകുന്നത്, അപ്പോൾ എന്നെ തളർത്താൻ വേണ്ടി അവരാരോ ഈ പെൺകുട്ടിയെ തള്ളിവിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ പരാതിക്കാരിയായിട്ടുള്ള ഇവരുടെ ബന്ധുവായിട്ടുള്ള പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തങ്ങോട്ട് കാച്ചി. എന്തൊക്കെയാ പറഞ്ഞേ? പെൺകുട്ടി അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നും ഈ പറയുന്ന പെൺകുട്ടി മദ്യം കഴിച്ചെന്നും അങ്ങനെ തുടങ്ങി ആ പെൺകുട്ടിയുടെ ഫോട്ടോ സഹിതം എടുത്തങ്ങോട്ട് കാച്ചിയപ്പോൾ ചേച്ചി വിചാരിച്ചു ഞാൻ ഫേമസ് ആയതുപോലെ ആ പെൺകുട്ടി ഫേമസ് ആകാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ അത് പണി പാലും വെള്ളത്തിൽ കിട്ടി. റിപ്പോർട്ടർ ചാനലിൽ പോയി ഇരുന്നിട്ട് നിങ്ങളുടെ മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരി എവിടുന്ന് ഇറങ്ങിപ്പോയി, എൻ്റെ മുഖം കാണിക്കുന്നില്ല, ഞാൻ പോന്നേ എൻ്റെ മുഖം കാണിക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് ഈ മിനു മുനീർ. അന്ന് ചാനലുകാർ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റില്ല, അത് നിയമത്തിൻ്റെ ചില വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോഴും മൈക്ക് താഴെ വെച്ചിട്ട് അങ്ങ് പോവാ എനിക്ക് പറ്റത്തില്ല എനിക്ക് എൻ്റെ മുഖം കാണിക്കണം എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ പെൺകുട്ടി കൊടുത്ത പരാതി മേലെ കേസ് ഇപ്പൊ ചെന്നൈക്ക് വിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടു നോക്കാം. നടി മിനു മുനീറിനെതിരെയുള്ള പോക്സോ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണോ എന്ന് ആലോചന. കൃത്യം നടന്നത് ചെന്നൈയിലായതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണോ എന്ന കാര്യം പരിശോധിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസാണ് നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയിൽ കേസെടുത്തത്. 2014 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓഡിഷന്റെ പേരിൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം മിനു മുനീർ തന്നെ ഒരു സംഘത്തിന് കൈമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതുമാണ് യുവതിയുടെ പരാതി. ചെന്നൈയിൽ നടന്ന സംഭവം ആയതിനാലാണ് കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണമോ എന്ന ആലോചന. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മദ്രാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് നടി. കേസ് തമിഴ്നാട് പോലീസ് ഏറ്റെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നീക്കം. യുവതിയുടെ പരാതിയിൽ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നതിനൊപ്പം നടിയെ ഉടൻ ചോദ്യം ചെയ്യും. മിനു മുനീറിനെതിരെ ലൈംഗികാതിക്രമം പരാതി നൽകിയ യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. മൂവാറ്റുപുഴയിലെത്തിയാണ് യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ പലർക്കും കാഴ്ചവെച്ചെന്നും നടി സെക്സ് മാഫിയയുടെ ആളാണെന്നും കാണിച്ചായിരുന്നു യുവതി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. നടി സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിലും മൊഴിയെടുത്തു. ഈ പറയുന്ന മിനു മുനീർക്കെതിരെ നല്ല ഒരു പരാതി തന്നെയാണ് ഈ പുള്ളിക്കാരി അവരുടെ ബന്ധുവായിട്ടുള്ള ഈ പരാതിക്കാരി കൊടുത്തിരിക്കുന്നത്. എന്തായാലും മിനു മുനീർ ചേച്ചി പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സെക്സ് മാഫിയ വരെ ഉണ്ടെന്നാണ് പറയണേ. പെൺകുട്ടികളെയൊക്കെ അങ്ങോട്ട് കയറ്റി വിടുകയും പല പെൺകുട്ടികളെ ചൂഷണത്തിന് ഇരയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള വലിയൊരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ വലിയൊരു അലിഗേഷനാണ് ഈ മിനു മുനീറിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും ചേച്ചി പെട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചേച്ചി എന്തൊക്കെയായിരുന്നു എന്ന് പറയുന്നത്? ചേച്ചി അങ്ങ് വലിയ ന്യായമുള്ള ഒരു ആളെപ്പോലും വന്നിട്ട് അങ്ങ് കാച്ചുമായിരുന്നു. എന്തായാലും ചേച്ചിയുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായി. ഇനി ജയിലിൽ പോയിരുന്നിട്ട് കഴിക്കാം, അത്രമാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അത് വലിയൊരു കേസ് തന്നെയാണ്. അത് 16-ാമത്തെ വയസ്സിൽ ചെയ്ത ഒരു കേസാണ്. ആ പെൺകുട്ടിയെ 16-ാമത്തെ വയസ്സിലാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോയത്.
അപ്പോൾ തന്നെ ചേച്ചി പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ചേച്ചി കൊള്ളാം കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. നടക്കട്ടെ. എന്തോ ആയാലും ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും പൊളിഞ്ഞ് താഴെ വീണോണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെയും എല്ലാവർക്കും ബൈ.